നമസ്കാരം. തലശ്ശേരി നിയോജകമണ്ഡലത്തിൻ്റെ അനാലിസിസ് ആണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. 2014 തലശ്ശേരിയിലെ വോട്ടെന്ന് പറയുന്നത് 70,000 വോട്ടാണ് LDF കിട്ടിയത്. 36,000 വോട്ട്, ഏകദേശം പകുതി വോട്ടേ ഉള്ളൂ UDF. NDA 22,000 വോട്ട്. ശ്രദ്ധിക്കുന്ന ഒരു കാര്യം, NDA അത്യാവശ്യം സാധാരണ കണ്ണൂർ പലയിടത്തും 10,000 വോട്ടൊക്കെ ഉള്ളായിരുന്നു. അതിന് താഴെ ഉള്ളായിരുന്നെങ്കിൽ 2016 തന്നെ 22,000 വോട്ട് NDA ഉള്ളൊരു സ്ഥലമാണത്. LDF 34,000 വോട്ടിന് വിജയിച്ചൊരു സ്ഥലമാണ് 2016 തലശ്ശേരി. 2021 2021 LDF വോട്ട് വീണ്ടും കൂട്ടി 81,000 ആയി. UDF വോട്ട് കൂടി 45,000 ആയി. NDA അവിടെ സ്ഥാനാർത്ഥി അന്ന് നിർത്തിയില്ല, എന്ത് കാരണമെന്ന് നമുക്കറിയില്ല. പക്ഷേ NDAക്ക് ഒരു കാൻഡിഡേറ്റ് ഇല്ലായിരുന്നു. അപ്പോൾ ആ വോട്ട് അങ്ങോട്ട് രണ്ട് സൈഡും കിട്ടിയിട്ടുണ്ട്. അപ്പം വിജയത്തിൻ്റെ വോട്ട് ശതമാനം 36,000 ഉയർത്തി LDF. 2024 നോക്കുകയാണ്, ലോക്സഭാ മണ്ഡലം നോക്കുകയാണെങ്കിൽ 62,000 വോട്ട് LDF നേടി മുന്നിൽ തന്നെയാണ്. UDF 53,000 വോട്ടും NDA 18,000 വോട്ടും പിടിച്ചിട്ടുണ്ട്. അപ്പം വിൻ മാർജിൻ ഒരു 8,600 കുറഞ്ഞിരിക്കുകയാണ്. UDF കുറച്ചുകൂടെ വോട്ട് പിടിക്കുകയും LDF വോട്ടുകളിൽ ഇടിവ് വന്നു വരികയും ചെയ്തിട്ടുണ്ട്. നമുക്ക് ഓരോ ഫ്രണ്ടിൻ്റെ വോട്ട് അനലൈസ് ചെയ്യാം. LDF വോട്ട് നോക്കുകയാണെങ്കിൽ 2016 70,000 വോട്ടുണ്ടായിരുന്നത് 2021 81,000 ആയി. 11,000 വോട്ട് കൂടി. 2024 ആയപ്പം ഈ 11,000 എന്നുള്ള 62,000 ആയി, കുറഞ്ഞു. 19,000 വോട്ട്, 20,000 വോട്ട് കുറഞ്ഞിട്ടുണ്ട് LDF ഈ ലോക്സഭയുമായിട്ട് കമ്പയർ ചെയ്യുകയാണ്. അപ്പോൾ UDF കൺസിസ്റ്റൻറ്റ് പെർഫോമറാണ്. എനിക്ക് തോന്നുന്നു UDF ചിലപ്പോൾ മലബാറിൽ മിക്കവാറും നേരത്തെ തന്നെ LDF കോട്ടകൾ പുലർത്താനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി തോന്നുന്നു. കാരണം 2016 മുതൽ വോട്ടിങ്ങിനെ മിക്ക മണ്ഡലങ്ങളിലും കൂടുന്നുണ്ട് കേട്ടോ. ലോക്സഭയുടെ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല ലോക്സഭയുടെ ട്രെൻഡാണോ എന്ന്. എന്നാൽ അസംബ്ലിയിലാണേലും 2016 അപേക്ഷിച്ച് 2021 എല്ലായിടത്തും വോട്ട് കൂടിയിട്ടുണ്ട്. അപ്പോൾ 2016 36,000 വോട്ടുണ്ടായിരുന്നത് 2021 45,000 ആയി, ഒരു 9,000 വോട്ട് കൂടിയിട്ടുണ്ട്. 2024 അത് വീണ്ടും 53,000 ആയി, അപ്പോൾ ഒരു 8,000 വോട്ട് കൂടെ കൂടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൺസിസ്റ്റൻറ്റ് പെർഫോമറാണ് UDF തലശ്ശേരിയിൽ. ഇന്ത്യയിൽ ഇങ്ങനൊരു കർവ് കണ്ടിട്ട് ടെൻഷൻ ആവേണ്ട ഇന്ത്യക്കാർ. 2021 അസംബ്ലിയിൽ കാൻഡിഡേറ്റ് ഇല്ലാത്തതുകൊണ്ടാണ് 0 എന്ന് കാണിച്ചത്. ആക്ച്വലി ബേസിക്കലി 2016 2024 നോക്കിയാൽ മതി. 22,000 വോട്ടുണ്ടായിരുന്നത് 18,000 ആയി, കുറച്ച് കുറഞ്ഞു. എങ്കിലും ഒരു 20,000 വോട്ട് NDAക്ക് അവിടെ പാർട്ടി വോട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പോൾ നമ്മൾ 3 ഇലക്ഷൻ കൂടെ കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ LDF 3 ഇലക്ഷനിലും 1-ാം സ്ഥാനമാണ്, 3 ഇലക്ഷനിലും UDF 2-ാം സ്ഥാനമാണ്, NDA 3-ാം സ്ഥാനമാണ്. അതിലാകെയുള്ള വ്യത്യാസം ലോക്സഭയിൽ ഈ മാർജിൻ LDF കുറയ്ക്കാൻ UDF കഴിഞ്ഞു എന്നേ ഉള്ളൂ. എന്നാലും 10,000 വോട്ടിൻ്റെ മാർജിനിൽ തന്നെയാണ് LDF ഫ്രണ്ടിൽ തന്നെയാണ്. ഇപ്പം എൻ്റെ ഒരു അഭിപ്രായം LDF ഒരു ശക്തമായൊരു മണ്ഡലമാണ് തലശ്ശേരി. LDF ജയിക്കുമെന്നാണ് തോന്നുന്നത് 2026. എങ്കിലും സ്ഥാനാർത്ഥി എല്ലാ കാര്യങ്ങളും ട്രെൻഡും അനുസരിച്ചിരിക്കും. അപ്പം നിങ്ങളുടെ അഭിപ്രായം കൊണ്ടൊന്ന് കമൻറ്റ് ഇടുക. തലശ്ശേരി ആര് വിജയിക്കും? അപ്പം അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം.